നമസ്കാരം. അശോക് ഗ്രൗണ്ട് സംരക്ഷിക്കുക ജനകീയ ധർണ നടത്തി ചൂർണിക്കര പഞ്ചായത്തിലെ യുവാക്കളും പൊതുജനങ്ങളും. പതിറ്റാണ്ടുകളായി ചൂർണിക്കര പഞ്ചായത്തിലെ യുവാക്കളും പൊതുജനങ്ങളും കളിസ്ഥലമായി ഉപയോഗിച്ചു വരുന്ന അശോക ഗ്രൗണ്ട് ലൈഫ് ഭവന പദ്ധതിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ ഗ്രൗണ്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആലുവ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PA മുഹമ്മദ് നാസർ, ലോക്കൽ സെക്രട്ടറി CPIM CP നാസർ, കോൺഗ്രസ് ചൂർണിക്കര മണ്ഡലം പ്രസിഡന്റ് ദിനിൽ ദിനേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് യുവമോർച്ച K അലിയാർ, മുൻ പ്രസിഡന്റ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് സേവ്യർ പുൽപ്പാട്ട്, മുൻ വൈസ് ചെയർമാൻ കേരള സംഗീത നാടക അക്കാദമി അജി ഹക്കീം, വൈസ് പ്രസിഡന്റ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് K സുനീർ, കൺവീനർ സമരസമിതി അജ്മൽ ഉസ്മാൻ, സെക്രട്ടറി യുണൈറ്റഡ് അശോക എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചൂർണിക്കര പഞ്ചായത്തിൽ നിലവിൽ ലഭ്യമായ ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി ലൈഫ് ഭവന പദ്ധതിക്ക് വിനിയോഗിക്കാമെന്നിരിക്കെ പൊതുകളിസ്ഥലം ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്ന് സമരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതുപോലെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെയും ഒരു മീറ്റിംഗ് 2 മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിക്കാമെന്ന് പറഞ്ഞു ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് അനുകൂലമായ ഇപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പ്രഷറും അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞത് തന്നെ എല്ലാവരും അതിനകത്ത് അനുകൂലമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ എടുക്കാമെന്ന് തന്നെ ഇതിനകത്ത് തീരുമാനം റവന്യൂ വകുപ്പ് അറിയാനാണ്. റവന്യൂ വകുപ്പാണ് ഈ സ്ഥലം തദ്ദേശ വകുപ്പിന് കൊടുക്കണം. അപ്പോൾ എങ്ങനെ കൊടുക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ ഒരു അനുകൂലമായ നിലപാടെടുക്കാമെന്ന് ഞങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റവന്യൂ മിനിസ്റ്ററും അതുപോലെ തന്നെ രാജേഷ് മിനിസ്റ്റർ അതിന് വളരെ പോസിറ്റീവ്, പുള്ളിയുടെ വകുപ്പാണല്ലോ തദ്ദേശ വകുപ്പ്. അപ്പോൾ അതൊരു പ്രതീക്ഷയുള്ളത്. തീർച്ചയായിട്ടും ആ മീറ്റിങ്ങിൽ തന്നെ തീരുമാനമുണ്ടാക്കാൻ സാധിക്കും. അതല്ല എന്താ ഡിസിഷനൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, സ്ഥലമില്ലാത്തുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചൂർണിക്കര പഞ്ചായത്തിലുണ്ട്, നമ്മുടെ കേരളം എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാം സ്ഥലമില്ലാതെ വീടും സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യവും ഞങ്ങളൊക്കെ ഇതേ രീതിയിലുള്ള പ്രഷർ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഞങ്ങൾക്കും ഒക്കെ ജനപ്രതിനിധികൾക്കും ഉണ്ട്, പ്രതിഷേധമുണ്ട്. എന്തിന് ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും പ്രായത്തിന് മേലെ ഉണ്ട്. ആ ഒരു കാലപ്പഴക്കമുള്ളൊരു ഗ്രൗണ്ടാണ് എന്ന് തന്നെ നമുക്കിത് പറയാം. അശോക ഗ്രൗണ്ട് കളിസ്ഥലമായി നിലനിർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് 2020 വർഷത്തിലാണ് ഇതൊരു പ്രതിഷേധ പരിപാടിയായിട്ട് നമ്മൾ തുടങ്ങിയത്. എന്നാൽ 2011 ആദ്യമായിട്ട് മിച്ചഭൂമിയായിട്ട് ഇത് മാറി എന്ന് നമുക്ക് തിരിച്ചറിവ് നമ്മൾക്ക് വന്നത്, അങ്ങനെ ഒരു അറിയിപ്പ് നമ്മൾക്ക് കിട്ടിയത്. അതിനുശേഷം മാറി വരുന്ന ഓരോ ഭരണസമിതിയാണെന്നുണ്ടെങ്കിലും ഈ കളിസ്ഥലമായി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുപോലെ തന്നെ മന്ത്രിമാർ, റവന്യൂ മന്ത്രിയാണെന്നുണ്ടെങ്കിലും കായിക മന്ത്രിയാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നമുക്കത് കളിസ്ഥലമായി തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ബോട്ട് റേസിന് സമീപം ദേശായി ഹോംസിന് തൊട്ടടുത്തായിട്ട് 72 സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമിയായിട്ട് നിലവിലുണ്ട്. അതേ സ്കൂളിൻ്റെ എതിർവശം തന്നെ 24 സെന്റ് സ്ഥലം 16-ാം വാർഡിൽ വീണ്ടും കിടപ്പുണ്ട്. 13-ാം വാർഡിൽ നാഷണൽ ഹൈവേയുടെ മുൻവശമായിട്ട് തന്നെ 10 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. കുന്നത്തേരിയിൽ 24 സെന്റ് സ്ഥലം 10-ാം വാർഡിൽ കിടപ്പുണ്ട്. ഇത്തരം സ്ഥലങ്ങളെല്ലാം റവന്യൂ അധികാരികൾ കണ്ടുപിടിച്ച് അതിനുവേണ്ട മുഴുവൻ സഹായവും ചൂർണിക്കര പഞ്ചായത്ത് കമ്മിറ്റിയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ചൂർണിക്കര വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഈ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ്. ഈ ഗ്രൗണ്ട് നിലനിർത്താൻ നടത്തുന്ന പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കോൺഗ്രസ് ചൂർണിക്കര മണ്ഡലം കമ്മിറ്റിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ യുണൈറ്റഡ് അശോക ക്ലബിനോടൊപ്പം തന്നെ ചേർന്ന് ഈ ഗ്രൗണ്ട് സംരക്ഷിക്കാനായി എത്തിയ മുഴുവൻ ആളുകൾക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കാരണം കാലം മുതൽക്ക് ആലുവയിലെ പ്രധാന കളിസ്ഥലമായി ഉപയോഗിച്ചു പോകുന്ന ഒരു ഗ്രൗണ്ടാണ് അശോക ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്ന് നിരവധി സന്തോഷ് ട്രോഫി കളിച്ച കളിക്കാരുണ്ടായിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.